Welcome to Health Space. I am Dr. Deepthi, Denatural Aesthetics, Shastamangalam. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ആണ്. ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ അതായത് നമ്മൾ മുടി കൊഴിച്ചിലൊക്കെ നടന്നു കഴിഞ്ഞ് ഒരു ലേറ്റ് സ്റ്റേജിലാണ് നമുക്ക് ഇനി ട്രീറ്റ്മെൻറ്റ് ആവശ്യം തോന്നുന്നുണ്ടെങ്കിൽ അന്ന് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെൻ്റ് ആണ് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ. മെയിൽസിനാണ് കൂടുതൽ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ഉപയോഗപ്പെടാറ്. കാരണം ഡോണർ ഏരിയയുടെ തിക്നെസ് അനുസരിച്ചാണ് നമ്മൾ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ഓപ്റ്റ് ചെയ്യാറ്. അപ്പോൾ വളരെ നല്ല ഡോണർ ഏരിയ ഉണ്ട്, ഒരു ഗ്രേഡ് 5 ഗ്രേഡ് 6 ബോൾനെസ്സിലാണ് നമ്മളെന്നുണ്ടെങ്കിൽ ട്രാൻസ്പ്ലാന്റേഷൻ ഒരു ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും. ഒരു മിനിമൽ ഇൻവാസീവ് പ്രൊസീജിയറാണ് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുന്നത്. ലോക്കൽ അനസ്തേഷ്യ കൊടുത്ത് ചെയ്യുന്നത് കൊണ്ട് തന്നെ കമ്പാരിറ്റീവ്ലി പെയിൻലെസ് പ്രൊസീജിയറാണ്. പക്ഷെ ഒരിക്കലും ഇതൊരു പെയിൻ ഫ്രീ പ്രൊസീജിയറായിട്ട് പറയാൻ പറ്റത്തില്ല. ആവശ്യമായിട്ടുള്ളൊരു ഡിസ്കംഫേർട്ട്സൊക്കെ നമുക്ക് ഈ പ്രൊസീജിയറിൽ അറിയാൻ പറ്റും. ഒരു പ്രൊസീജിയർ ചെയ്യുന്നത് ഒരു ലോങ് പ്രൊസീജിയറാണ്. മോർണിംഗ് തുടങ്ങുന്ന പ്രൊസീജിയർ ഈവനിങ് വരെ എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കാവുന്നതാണ്. അതുപോലെ ചിലപ്പോൾ 2 ദിവസം കണ്ടിന്യൂസ് എടുത്തിട്ടായിരിക്കും നമുക്ക് പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഈ പ്രൊസീജിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 5 ദിവസത്തേക്ക് ആൻറ്റിബയോട്ടിക്സും പെയിൻ കില്ലേഴ്സും ഒക്കെ ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഹെയർ വളരുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3 സ്റ്റേജിട്ടായിരിക്കും ഹെയർ വളർന്നു വരുന്നത്. ഫസ്റ്റ് 1 മന്ത് ഹെയർ ട്രിംഡ് സ്റ്റേജിൽ തന്നെ കാണും. 1 to 3 മന്ത് വയ്ക്കുന്ന ഹെയർ കംപ്ലീറ്റ് ഷെഡ് ചെയ്ത് പോകും, പൊഴിഞ്ഞു പോയിട്ട് 4th മന്ത് തൊട്ടാണ് ഹെയർ വളർന്നു തുടങ്ങുക. കട്ടിയായി വരാൻ 6 to 8 മന്ത്സോളം ടൈം എടുക്കും. ഇതിന് ആർക്കൊക്കെ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമ്മൾ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ 25 ഇയേഴ്സിന് മുകളിലായിട്ടാണ് പ്രിഫർ ചെയ്യാറുള്ളത്. കാരണം ഈ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ്റെ ഹെയർ ഫോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 20 ഇയേഴ്സ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിലും ഒരു 35 വരെയൊക്കെ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം ഇൻ ബിറ്റ്വീൻ നമ്മൾ ഒരു 20s ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെയും വീണ്ടും ഒരു സെഷൻസ് ആയിട്ട് ചെയ്യേണ്ടി വരും. 25 ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു സ്റ്റേബിൾ സ്റ്റേജിലോട്ട് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഒരു 10 ഇയേഴ്സ് വരെ നമുക്ക് ഹെയറിനെ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റും. ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ബാക്കിലോട്ടുള്ള എക്സിസ്റ്റിംഗ് ഹെയർസിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് GFC ട്രീറ്റ്മെൻറ്റോ PRP ട്രീറ്റ്മെൻറ്റ്സോ അതുപോലെ മൾട്ടി വൈറ്റമിൻ സപ്ലിമെൻറ്റ്സോ ഒക്കെ കണ്ടിന്യൂ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്നത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ യൂഷ്വലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സാണ് ഈ പ്രൊസീജിയർ ചെയ്യുന്നത്. പ്ലാസ്റ്റിക് സർജൻ, ഡെർമറ്റോ സർജൻ, മാക്സിലോഫേഷ്യൽ സർജൻസ് ഒക്കെയാണ് ഈ പ്രൊസീജിയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വളരെ സേഫായിട്ട് ചെയ്യാവുന്ന ഒരു പ്രൊസീജിയറാണ് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും ഒരു ടോപ്പിക്കായിട്ട് കാണാം. ബൈ ഫ്രം ഹെൽത്ത് സ്പേസ്.